അപ്പൊ ആ പ്രകടനം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി മിമിക്രി വേദിയിലേക്ക് ഒരിക്കൽ കൂടി പോകണം. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ജെൻസി പിള്ളേർ എങ്ങനെയാണ് ഇത് ചെയ്യുക. ഇന്നലെ നമ്മുടെ ഷോയിൽ, ഇന്നലെ വൈകുന്നേരത്തെ ഷോയിൽ ഒരാൾ വന്നു. എന്താ അവന്റെ പേര്? നഈമായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോ ഇന്നലെ മിമിക്രി വേദി പ്രേക്ഷകരെ, കാഴ്ചക്കാരെ കയ്യിലെടുത്തുവെങ്കിൽ ഇന്നൊരല്പം നിരാശപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടാണ് നടരാജ് നൽകുന്നത്. അതെ, നടരാജ് രാവിലെ തന്നെ ക്യാമറയൊക്കെ എടുത്ത് എന്നാ ജെൻസി കുട്ടികളുടെ മിമിക്രി ഒന്ന് പകർത്തിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ നടരാജിന് വ്യക്തിപരമായി അത് വളരെ നിരാശ നൽകി. കാരണം എന്ന് വെച്ചാൽ പക്ഷികളും മൃഗങ്ങളുടെയും ഒക്കെ സൗണ്ട് മാത്രമാണ് കാര്യമായും കേൾക്കാൻ കഴിഞ്ഞത് എന്ന നിരാശയാണ് നടരാജ് മിമിക്രി വേദിയിൽ നിന്ന് പങ്കുവെച്ചത്. നടരാജിനെ നിരാശപ്പെടുത്തിയത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഒന്ന് കാണാം. വേദി 4 പവിഴമല്ലിയിൽ ഹൈസ്കൂൾ പെൺകുട്ടികളുടെ മിമിക്രി മത്സരം. കണ്ടത് പതിവ് പ്രമേയങ്ങളായ യുദ്ധവും സമാധാനവും. പിന്നെ നിരനിരയായി വന്നു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ. ഇടയ്ക്ക് ഡോറയും കൂട്ടുകാരും എത്തി. പിന്നെ ബാബുസ്വാമി. കുട്ടികളുടെ ഹരമായ ഡോറ ബുജിലെ ഡോറ. കാട് മല ഡോറയുടെ വീട്, കാട് മല ഡോറയുടെ വീട്. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. ഇതാണ് ബാബുസ്വാമി. എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു അത്. ബാബുസ്വാമി നന്നായി നൃത്തം ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഡിസ്കവറി ചാനൽ റിപ്പീറ്റ്. അനുകരണത്തിന് വേണ്ടി മാത്രം അനുകരിക്കരുതെന്നും പരിശീലനം നടത്തണമെന്നും മിമിക്രി രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പാൽപ്പായസമായാലും കോളാമ്പിയിലായാൽ കുടിക്കാൻ പറ്റില്ല. ഇത് അടുത്തത് പട്ടി, അടുത്തത് പൂച്ച എന്ന് പറയുമ്പോൾ ഇതിലൊരു പുതുമ കൊണ്ടുവരാനായിട്ട് കഴിയണം. അപ്പോൾ എങ്ങനെ പുതുമ കൊണ്ടുവരാം? പഠിക്കുന്നത് CD കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കഴിഞ്ഞ വർഷത്തെ ശബ്ദങ്ങൾ അനുകരിച്ചിരിക്കുന്ന ആ ശബ്ദങ്ങളെ അനുകരിക്കുകയല്ല ചെയ്യുന്നത്, അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കേരളത്തിലെ ചില കലകളൊക്കെ അന്യം നിന്ന് പോകാനുള്ള എങ്ങനെ പോകാതിരിക്കും? ഈ കേരളീയരൊക്കെ മധ്യന്മാരെ കൊണ്ടിരിക്കല്ലേ? പുതിയ ശബ്ദ പരീക്ഷണങ്ങൾ കാണാനെത്തിയ കാണികൾ നിരാശരാണ്. മത്സരത്തിന്റെ നിലവാരം ഇനിയും ഉയരട്ടെ എന്നാണ് അവർ പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ വൺ. അപ്പൊ സൈഫു ഇത് കേട്ടിടത്തോളം എനിക്ക് എന്താണ് തോന്നിയത്, ഇതിപ്പോ സൈഫുനൊക്കെ അത്യാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഏജ് ഓവറായില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷി മൃഗാദികളുടെ ശബ്ദമൊക്കെ നിരാശപ്പെടുത്തിയെങ്കിലും ജിൽസിയെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയത് ബാബുസ്വാമി ഒന്നോടുകൂടി ജിൽസിയുടെ പരാതി മുഴുവൻ മാറി. ത്രില്ലടിച്ച് കേട്ടോണ്ടിരുന്നു ബാബുസ്വാമി. ഇന്നലെ ജിൽസി പറഞ്ഞിരുന്നു ബാബുസ്വാമി ഏതെങ്കിലും വേദിയിൽ വരും. ശരി, തൃപ്തിയായി. ഇനി ഭക്ഷണം കഴിച്ചോളുന്നില്ല.